ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണാൻ മറക്കണ്ട. ഈ വീഡിയോ ചെയ്തതിനു ശേഷം നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് എന്റെ ഇൻബോക്സിലേക്ക് 2 മെസ്സേജ് അയച്ചു. ഒന്ന്, രാഹുലിന്റെ കൂടെ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീയും, 2, ഇവൻ പഠിപ്പിച്ച ഒരു കുട്ടിയും. ഇവൻ നേരത്തെ ഒരു അധ്യാപകനായിട്ട് ഈ പാർട്ടിയിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള ഇവന്റെ കുറച്ച് ചേഷ്ടകളെ പറ്റിയാണ് ആ ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ആ ചാറ്റ് ഞാൻ ഇവിടെ നിന്ന് വെക്കാം. ഇന്ന് വൈകിട്ട് വന്ന മെസ്സേജാണ്. പുള്ളിക്കാരത്തി എഴുതിയേക്കുന്നതാണ്. ഞാൻ ആരാണെന്ന് എന്താണെന്നൊന്നും പറയുന്നില്ല. നൗ ഐ ആം 28. ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഇവൻ എന്റെ ട്യൂഷൻ സാർ ആയിരുന്നു. അന്ന് മുതലേ ഇവൻ ഈ ക്യാരക്ടർ തന്നെയാണ്. ആ ടൈമിൽ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് റിലേഷൻ ആയിരുന്നു. വി ആർ 15 അറ്റ് ദാറ്റ് ടൈം. ഈവൻ ഏജ് പോലും അവൻ നോക്കില്ല. ഇവൻ അധ്യാപകനായിട്ട് പണിയെടുക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള പെൺകൊച്ചുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ഇവനെ ഇപ്പോഴും ന്യായീകരിച്ചിരിക്കുന്ന ടീംസിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് ഈ പൊളിറ്റിക്സിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു അധ്യാപകനായിട്ട് ഇരിക്കുന്ന സമയം തൊട്ടേ ഇവൻ ഈ ഒരു പരിപാടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം പോക്സോ കേസാണ്. കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല. ആലോചിച്ച് നോക്ക്, മുന്നിലിരിക്കുന്ന പിള്ളേരെ പോലും മറ്റേ കണ്ണിൽ കൂടാണ് ഇവൻ കാണുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി എനിക്ക് അയച്ച മെസ്സേജ് കാണിക്കാം. ഇവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാണ്. ഹായ്, എന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസവം നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട് അതെന്താ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവന് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. ഐ വാണ്ട് മേക്ക് യു പ്രഗ്നന്റ്. ഇതായിരുന്നു റിപ്ലൈ. സി, ഇവൻ ഒന്നല്ല രണ്ടല്ല പല സ്ത്രീകളോടും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവരെ പ്രഗ്നന്റ് ആക്കണമെന്ന്. ഇത് എന്ത് തരം അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് മാനസിക വൈകൃതമാണെന്ന് മനസ്സിലാവുന്നില്ല. സ്ത്രീകളെ പ്രഗ്നന്റ് ആക്കിയിട്ട് അബോർട്ട് ചെയ്യിപ്പിച്ചിട്ട് മുങ്ങുന്നതിൽ ഒരു രസം കണ്ടെത്തുന്ന ഒരു നാറി. ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന 1-2 കേസുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ ഇവൻ പെടും. ഇവൻ അടപെടൽ ഇപ്പൊ തന്നെ പെട്ട്, ഇതിന്റെ അപ്പുറവും പെടും. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവനെ കംപ്ലീറ്റ് ഇവൻ എഗനിസ്റ്റ് ആണ് സംസാരിച്ചത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. കുറച്ച് കമന്റ്സ് കണ്ടു അതിന്റെ അകത്ത്. ഇവനെതിരെ സംസാരിച്ചതിൽ കുറെ ആളുകൾ എനിക്കെതിരെ പ്രതിഷേധിച്ചു. അതിന്റെ അടിയിൽ കമന്റ് ഇട്ടേക്കുന്നു, മാങ്കൂട്ടം ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നുള്ള തരത്തിൽ, അവൻ മാത്രമാണ് ഇവിടെ കുറ്റം ചെയ്തത് എന്നുള്ള തരത്തിൽ. ഞാൻ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ ഈ മാങ്ങാണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഓരോന്നായിട്ട് എണ്ണി ഞാൻ പറയാം. നമ്പർ 1, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവനൊരു ജനപ്രതിനിധിയാണ്, MLA ആണ്. ഇവനൊരു കോമൺ മാൻ അല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ പാലിക്കേണ്ട കുറച്ച് ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഇവൻ കാണിച്ചിട്ടില്ല. ഇവൻ അവന്റെ സുഖം തേടിപ്പോയി മുന്നിൽ വരുന്നവരെ കാമത്തിന് വേണ്ടി യൂസ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ്, ഇനി ഒരു സ്ത്രീ അങ്ങോട്ട് ചെന്നാൽ പോലും ഇവന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട്, ഇവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചിട്ട് ഇവൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതും ഒരു സ്ത്രീകളോടല്ല. ഒരു സ്ത്രീയോട് ചെയ്താൽ പിന്നെയും പോട്ടെന്ന് പറയാം. അതൊരു പ്രേമത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തിന്റെങ്കിലും പുറത്താണ് ചെയ്യാന്ന് പറയാം. ഇത് അങ്ങനല്ല. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. എത്രയോ സ്ത്രീകളുടെ അടുത്ത് ഇവൻ ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പുറത്തു വരാത്ത കഥകൾ ഇനി ഏറെയുണ്ട്. അടുത്ത പോയിന്റ്, ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ, അവർ ചെയ്ത തെറ്റാണ്. അവൾ കിടന്നു കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ഈ അവസ്ഥ വന്നത്. ഞാൻ അവരെ പൂർണ്ണമായും സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷെ യവനെ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ഒരാളെടുത്ത് മാത്രമല്ല ഈ ഒരു ആക്ട് ചെയ്തിരിക്കുന്നത്. ഇവൻ ആ സ്ത്രീയെ മാത്രമാണ് പ്രഗ്നന്റ് ആക്കുന്നത്, അല്ലെങ്കിൽ അവരോട് മാത്രമാണ് ഈ ഒരു ബിഹേവിയർ കാണിച്ചതെങ്കിൽ ഞാൻ ഇവന്റെ ഭാഗത്ത് സംസാരിച്ചേനെ. പക്ഷെ ഇവിടെ അങ്ങനല്ല. പ്രായഭേദമില്ലാതെ മുന്നിൽ വരുന്ന എല്ലാ സ്ത്രീകളെയും അവരോടെല്ലാം ഈ പരിപാടി തന്നെയാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു പോയിന്റ്, ഇതിനകത്തൊരു പാർട്ടി അജണ്ട, കമ്മ്യൂണിസ്റ്റുകാരുടെയും BJP-കാരുടെയും ഒക്കെ ഒരു പാർട്ടി അജണ്ട, കോൺഗ്രസിനെ അടിച്ച് തറ പറ്റിക്കാനുള്ള ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവർ കൃത്യമായിട്ട് ഈ ഒരു അവസരം മുതലാക്കുന്നതുണ്ട്. ഈ BJP-യും കമ്മ്യൂണിസ്റ്റും ഒക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് വരും അതിജീവിതയ്ക്ക് എന്നുള്ള രീതിയിൽ. അതിജീവിതത്തിനുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലത്. അവർ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് അവർ ഇവരെ ചവിട്ടി താഴ്ത്തി മുകളിലോട്ട് കയറി പോകാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇവന്മാര് ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ സമയത്ത് ഈ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. ഇതിന് മുമ്പോ അല്ലെങ്കിൽ ഇതിന് ശേഷവും പുറത്തു വിടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ സമയത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു? ഈ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ നാറി ചെയ്തു കൂട്ടിയ ചെറ്റത്തരത്തെ ഇനി ഇത് എന്ന് വന്നാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കുറെ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവൻ എഗൻസ്റ്റ് സംസാരിക്കുന്നത്. ഇവനെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തതിന്റെ റീസൺ അതാണ്. ഇനിയെങ്കിലും നേരം വെളുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. തലയ്ക്കകത്ത് കളിമണ്ണൊന്നും അല്ലല്ലോ. ഇവിടെ മെൻസ് അസോസിയേഷൻ വരണം, ആണുങ്ങൾക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും ഒക്കെ വേണം. ഒരു പെണ്ണ് വന്ന് കേസ് കൊടുത്തതിന്റെ പുറത്ത് പോയി അകത്ത് കടക്കരുത് എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. നമുക്കും ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ വേണം. പക്ഷെ ഈ പരനാറിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു മെൻസ് അസോസിയേഷൻ വേണ്ട, അല്ലെങ്കിൽ ഒരു മെൻസ് കമ്മീഷൻ ഇവിടെ വേണ്ട. ഇവനെ പോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടിത്തരം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇനി വേറെ കമ്മ്യൂണിറ്റി പെട്ട അവളുമാരാണെങ്കിലും അവന്മാരാണെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പറയും. അത്രേ ഉള്ളൂ.
ഇനി നമുക്ക് കുറച്ച് റീൽസ് കാണാം ഗൈസ്. രാഹുൽ മാങ്ങാണ്ടിയുടെ കുറച്ച് റീൽസ് ഇപ്പൊ കടന്ന് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള റീൽസ് ആണ്, നമുക്ക് കുറച്ച് ചിരിക്കാം. ഇനി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങ് അറം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കാണാം. സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവനെ പറ്റി തന്നെയാണോ പറയുന്നത്? മറ്റേ മുകേഷിനെതിരെ അന്ന് ആ ഒരു സംഭവങ്ങൾ വന്ന സമയത്ത് ഇവൻ മുകേഷിനെതിരെ പ്രസംഗിച്ചതാണ്. പക്ഷെ ഇവനെ പറ്റി തന്നെയാണ് അന്ന് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മുകേഷ് ഒത്ത് നല്ല കുഞ്ഞൊന്നും അല്ല, അതിലോട്ട് നമുക്ക് വരാം. ഇവന്റെ കാര്യങ്ങൾ ആദ്യം തീർക്കട്ടെ. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വളരെ കറക്റ്റ്, ഒരക്ഷരം പോലും തെറ്റിയിട്ടില്ല. നിന്നെ പറ്റി തന്നെയാണ് പറഞ്ഞതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഒരു ഹാബിച്വൽ ഒഫൻഡർ തന്നെ നിന്റെ കാര്യത്തിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുപറ്റിയിട്ടില്ല. കറക്റ്റ് ആണ്, കൃത്യമാണ്. നിങ്ങളുടെ MLA ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA ഒരു ജനപ്രതിനിധി അയാളെ കാണാനുണ്ട്. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. അതെ, നീ ഇപ്പൊ എവിടാ? ഏത് പാതാളത്തിൽ പോയിരിക്കുന്നടാ നീ? അവൻ ഒളിച്ചു കളിക്കുകയാണ്. ഇവൻ ഇന്നലെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ അവനെ ആരടാ എവിടെ പോയിരിക്കുവാന്ന് ആർക്കറിയാം. ഒളിച്ചു കളിച്ചോണ്ടിരിക്കുക. ജനങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്. അതെ, വായ്ത്താളത്തിന് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. നാക്കിനേക്കാൾ താളം വേറെ ചില അവയവങ്ങൾക്ക് ഇവന്റെ കൂടിപ്പോയി. ആ താളം പിടിയുടെ കൂടുതൽ കാരണമാണ് ഇവനിപ്പം മാങ്ങാണ്ടി പറിച്ചോണ്ട് അവിടെ ഏതാണ്ട് മൂലയിൽ പോയി ഇരിക്കുന്നത്. അടുത്ത ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു റീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഷാഫി പറമ്പിലിനെ പറ്റി പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. അത് നമുക്ക് വളരെ ആഴത്തിലിറങ്ങി പരിശോധിക്കേണ്ട വാക്കുകളാണ്. കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണോ രാഹുലിന്റെ ബാക്ക് ബോൺ? കോൺഗ്രസിൽ എന്നല്ല, വ്യക്തി ജീവിതത്തിലായാലും എനിക്കങ്ങനെ ഷാഫി ഖാൻ ഒരു പൊളിറ്റീഷ്യനായിട്ടൊന്നും അനുഭവപ്പെടാറില്ല. അങ്ങനെ നട്ടല്ലാണ് കേട്ടോ, ബാക്ക് ബോൺ ആണ് ഷാഫി ഖാൻ. ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊന്നും അനുഭവപ്പെടാറില്ല. എന്റെ വ്യക്തി ജീവിതത്തിൽ ഇപ്പൊ എന്റെ ഒരു എൽഡർ ബ്രദർലി എന്നല്ല ഞാൻ പറയുന്നത്, എൽഡർ ബ്രദറാണ്. അപ്പൊ ആ തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം എത്രയോ ആഴത്തിലുള്ള ബന്ധമാണ്. ഭയങ്കര ആഴമാണ്. ഒരുപാട് ആഴത്തിലുള്ള ബന്ധമാണ് ഷാഫിക്കായുമായിട്ട് അനിയൻകുട്ടനുള്ളത്. അപ്പൊ ഏതൊക്കെ ആഴങ്ങൾ വരെ തപ്പി അനിയൻകുട്ടൻ പോയിട്ടുണ്ടെന്ന് ഇക്കായ്ക്ക് അറിയായിരിക്കും, അല്ലയോ? അതൊരു ചാനലിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടുന്ന കാര്യമില്ല, വളരെ ആത്മബന്ധമാണ്. അപ്പം എന്തും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടായാലോ നല്ലതായാലോ മോശമായാലോ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ഷാഫി ഖാനോടായിരിക്കും. ഗർഭത്തിന്റെ കണക്കായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഈ ഗർഭം ഉണ്ടാക്കിയിട്ട് അബോർഷൻ ചെയ്യുന്ന സമയത്താണല്ലോ നിനക്ക് സാധാരണ പ്രതിസന്ധികൾ വരുന്നത്. നല്ലതാ. അപ്പൊ അവിടുന്ന് കിട്ടുമ്പോൾ നമുക്കൊരു ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ബാക്ക് ബോൺ എന്നോ കോൺഫിഡൻസ് ബിൽഡിംഗ് എന്നോ എന്ത് വേണേലും പറയാം. അതൊരു പൊളിറ്റിക്കൽ അല്ല, വീടുമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീടുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്രയും ബന്ധമുള്ള സ്ഥിതിക്ക് ഇക്ക 1-2 ഗർഭം ഏറ്റെടുക്കുന്നു. അത് അനിയൻകുട്ടന് വലിയൊരു സഹായമാകും. ഒറ്റയ്ക്ക് അനുഭവിക്കണ്ടല്ലോ. എന്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ എല്ലാ തൊട്ടിത്തരങ്ങളും പുള്ളിക്ക് അറിയാമെന്നാണ്. കാര്യം അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധം ആണ്, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പുള്ളി ഒന്നും മിണ്ടാതെ അണ്ണാക്കിൽ പിരിവെട്ടി പോലെ ഇരിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ ഇക്കായി ഞാൻ സമ്മതിച്ച്, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇവനെ വീട്ടിൽ കയറ്റി ബന്ധം സ്ഥാപിക്കാനുണ്ടായ ആ ഒരു മനസ്സ് സമ്മതിക്കണം കേട്ടോ, സമ്മതിച്ച്. ഇനി ഇക്കായെ പറ്റി പറയുമ്പോൾ അനിയൻകുട്ടനെ മാത്രമല്ല, അനിയൻകുട്ടനെ പറ്റി പറയുമ്പോൾ ഇക്കായും അങ്ങ് രോമാഞ്ചിഫിക്കേഷൻ ആണ് ഇക്കായ്ക്കും വരുന്നത്. ഇപ്പൊ ഇക്ക അനിയൻകുട്ടനെ പറ്റി പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. പാർട്ടി എടുത്ത റിസ്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. വല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി പോയി എന്റെ ഷാഫി. അതിപ്പോ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുക. ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. അത് ആ സമ്മാനത്തെ സമ്മാനം സൂപ്പർ സമ്മാനം എടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ആ സമ്മാനത്തെ പാലക്കാടിനുള്ള ഒരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും. അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ല ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ അവന്റെ പ്രവൃത്തി, അവന്റെ ബന്ധം സ്ഥാപിക്കാൻ അനിയൻകുട്ടൻ ഇച്ചിരി കൂടുതലായിരുന്നു. അതും അടിയിൽക്കൂടുള്ള ബന്ധമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടാണ് അവൻ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. പ്രവൃത്തി കൂടിയപ്പോ ഇപ്പൊ ഒളിവിൽ പോയേക്കുക. ഇതിനേക്കാളും വലിയൊരു സമ്മാനം ഇനി പാലക്കാടിന് കിട്ടാനില്ല. നല്ല ഏറ്റവും ഒന്നാന്തരം വാഴക്കൊല മാങ്ങാണ്ടി സമ്മാനമായി. പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ UDF ഉണ്ടാക്കില്ല.
ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇക്കാടെ ഒരു കോൺഫിഡൻസ് നോക്കണേ. വല്ലാത്ത കോൺഫിഡൻസ് ആണ് അനിയൻകുട്ടനെ പറ്റി പറയുമ്പോൾ. പാലക്കാടിന് ഖേദിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കത്തില്ല. ഇപ്പൊ UDF ഖേദിച്ച് ഇത് എങ്ങനെ ഒന്ന് വെളുപ്പിച്ചെടുക്കും, എങ്ങനെ ഈ നാറ്റം ഒന്ന് മാറും, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതിയോ എന്നുള്ള രീതിയിലാണ് UDF-ലെ MLA-മാരും MP-മാരൊക്കെ ഇരിക്കുന്നത്. ഇതിന് എവിടെ കൊണ്ട് കഴുകിക്കളഞ്ഞ ഈ നാറ്റം മാറുമോ എന്തോ. യവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് മാറുന്നില്ലെന്നേ നാറ്റം. ജാതി നാറ്റ കേസായി പോയില്ലയോ. ഇൻ കേസ് ഓഫ് റിസൾട്ട് ഓഫ് ദി ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് ശേഷം വരുന്ന പോസിറ്റീവ് റിസൾട്ടിലെ ഇവിടുത്തെ അയാളുടെ ഇന്റർഫിയറൻസ് പിന്നെ എഫക്റ്റ് ആണെങ്കിലും അതിലും പാലക്കാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല. ഈ തീരുമാനം പാലക്കാടിനും നല്ലതായിട്ട് ഭവിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഒരു സംശയവും ഇല്ല. അനിയൻകുട്ടൻ അത് തെളിയിച്ച് അവന്റെ കഴിവ് അവൻ തെളിയിച്ചിട്ടാ പൊളിവി പോയേക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കും. 2024 ഡിസംബർ 4-നാണ് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുന്നു. കൂറല്ല, അവൻ പുലർത്തിയത് വേറെ പലതുവാ. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അതിന്റെ നിലനിർത്തുന്നു. ഇവനെ കൊണ്ട് ഞാൻ പറയുന്നില്ലൊന്നും. രാഹുൽ മാക്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICC അനുമതി കറക്റ്റ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്തൊരു ടൈമിംഗ് ആടാ പോനെ. കറക്റ്റ് ബെസ്റ്റ് സമയം കേട്ടോ നിന്റേത്. ഷാഫിക്കായ്ക്ക് ഇനി ഇച്ചിരി കോൺഫിഡൻസ് ഒന്ന് കുറച്ചിട്ട് ഇച്ചിരി റിഗ്രറ്റ് ഒക്കെ ആവാ ഷാഫിക കേട്ടോ. നേരത്തെ റിഗ്രറ്റ് അടിക്കില്ല എന്ന് പറഞ്ഞ പുള്ളി ഇപ്പൊ വീട്ടിൽ കിടന്ന് റിഗ്രറ്റ് അടിയായിരിക്കും. ഇവൻ ഏത് സമയത്താണ് പിടിച്ച് ഇരുത്തിയെന്ന് തോന്നുന്നുണ്ടായിരിക്കും പുള്ളിക്ക്. അതിനുള്ള അത്രയ്ക്കൊന്നും കാണത്തൊന്നുമില്ല. കാര്യം ഇവന്റെ തൊട്ടിലെല്ലാം ഇങ്ങനെ അറിയായിരിക്കുമല്ലോ. വലിയ ആഴത്തിലുള്ള ബന്ധമാണല്ലോ, പിന്നെ അറിയുമായിരിക്കും. പുള്ളിക്ക് ഇതൊരു പുതുമയായിട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു എഫക്റ്റ് ഒന്നും ഇല്ലായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മാങ്ങാണ്ടിയെ പറ്റി മുകേഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ മുകേഷിന്റെ ഒരു വിപ്ലവവും കാര്യങ്ങളുണ്ട്, ഒരു പരവേശവും ഒക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് കാണാവേ. പറയാൻ പാടില്ല. ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞില്ല, അതിന് മുമ്പേ പുള്ളി ഞെട്ടി. അയ്യോ വേണ്ട അയ്യോ അവരൊന്നും പറയാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തൂവൽ പക്ഷികളാണല്ലോ. അണ്ണന്റെ പേരിലും ഉണ്ടല്ലോ കുറെ കേസുകള്. കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ. പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നേ. കൂടുതൽ കേസ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ പാടില്ല. പിന്നല്ലാതെ ഇത്രയും പെണ്ണ് കേസിൽ പ്രതിയായിട്ടുള്ള അണ്ണൻ പറയുമ്പോൾ നമ്മളത് കേൾക്കണ്ടായോ? ആ മാധ്യമങ്ങൾക്കൊന്നും അറിയത്തില്ല പോലും. മോശം തന്നെ. അങ്ങ് രാജിവെച്ചിട്ടില്ല, അതുകൊണ്ട് അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പില്ലാത്ത പ്രസ്ഥാനമായിട്ട് പ്രസ്ഥാനം പിന്നെ ഇങ്ങനെയുള്ള നാറികളെ ഇങ്ങനെ തായി നടക്കുമല്ലോ. പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല. ശരി, വിട്ടോ എങ്ങനെയൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ട് കേട്ടോ. മുകേഷിന്റെ കാര്യം വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പുള്ളി ഇപ്പൊ തന്നെ വിചാരിക്കായിരിക്കും, പുല്ലിനെ ആരും എവിടെ പീഡിപ്പിച്ചാലും ഏതവളെ കയറി പീഡിപ്പിച്ചാലും ഇതെല്ലാം കൂടെ അവസാനം എന്റെ തലയിലോട്ടല്ലോ വരുന്നത്. അതിന് ജീവിതകാലം മൊത്തം ഈ ഒരു ഇത് ഉണ്ടാവും. പേടിക്കണ്ട, ഉടനെ എങ്ങും മാറൂല. ഇനി ഒരു 2 റീലൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം. ചേച്ചി ഇപ്പൊ എവിടാണോ എന്തോ, കുറെ നാളായി ഇപ്പൊ കാണുന്നില്ല. ഈ കാറിലാണ് മാങ്ങാണ്ടി രക്ഷപ്പെട്ടത്. ഇപ്പം എവിടാണോ എന്തോ. ടാറ്റൊക്കെ പറഞ്ഞ് അന്ന് പോയതാണ് കേട്ടോ. പിന്നെ ഒരു വിവരവും ഇല്ല. അതുപോലെ തന്നെ അനുശ്രീയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നുണ്ടായിരിക്കും ഇവന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തതിന്. ചുരുക്കി പറഞ്ഞ് ഇവനോട് ബന്ധം സ്ഥാപിച്ച എല്ലാവരും ഇപ്പൊ പണി കിട്ടിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റേ പരിപാടി ചോദിക്കുന്നവനാണ്, പ്രഗ്നന്റ് ആക്കണമെന്ന് പറയുന്നവനാണ്. അപ്പൊ പിന്നെ ഇവന്റെ അടുത്ത് ഒന്ന് പരിചയമുള്ള എല്ലാവരുടെ അടുത്തോട്ട് ഇവൻ ഈ റൂട്ടിലോട്ടായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. അതിന് ചീത്തപ്പേര് വരാതിരിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാലല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു പഞ്ചായത്ത് ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ആ ഒരു ഗതികേടിലോട്ട് വന്നിട്ടുണ്ട്, സമ്മതിക്കണം. ഇപ്പൊ എന്താണെങ്കിലും മാങ്ങാണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇടയ്ക്കൊരു വാർത്തയൊക്കെ
വരുന്നുണ്ടായിരുന്നു, ഇവൻ ഭയങ്കര ഡിപ്രഷനിലാണ്, ആത്മഹത്യയുടെ വക്കീലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൂട്ടുകാരനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഹാജരാക്കുമെന്നോ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോർട്ടിലോട്ടൊക്കെ സമീപിച്ചിട്ടുണ്ട്. ഇവന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന്റെ കേസ് വരുമ്പോഴത്തേക്ക് മീഡിയയുടെ അറ്റൻഷൻ മൊത്തം അങ്ങോട്ട് പോകും. അന്നേരം പൊങ്ങി വരാനുള്ള സാധ്യത ചിലപ്പം കാണുന്നുണ്ട്. ദിലീപിന്റെ കേസിന്റെ മറവിൽ കൂടെ ഇവന് പുറത്തു വരാനുള്ള ഒരു പരിപാടി ആയിരിക്കും ഇവന് ഒപ്പിക്കാൻ നോക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ നല്ല അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വേറെ വീഡിയോ വരാം. കൂടുതൽ ഒന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ.